എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LBS BS നഴ്സിംഗ് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ ഫസ്റ്റ് മെയിൻ 3 അലോട്ട്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ നിങ്ങൾ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. സോ ആർക്കെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ രേഖകളുടെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് കോളേജിൽ പോയി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികളുടെ ഡൗട്ടാണ്, ഇൻ കേസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകാത്ത ഒരു കോളേജാണ് ലഭിച്ചത്, അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമാണ് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കോളേജിൽ മാനേജ്മെൻറ്റിനോട് ചോദിക്കുക നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് അവിടുന്ന് ലഭ്യമാണോ അല്ലയോ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, പുതിയതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുതിയതായിട്ട് ഓപ്ഷൻസ് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളും ഇനി നിങ്ങൾക്ക് ഈ 3 അലോട്ട്മെൻറ്റുകളിലും ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടിയില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ്, ഇപ്പം അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, ഇവർക്കൊക്കെ ഭയങ്കര ടെൻസ്ഡാണ്. ഈ BS നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അത് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ, പഠിക്കാൻ എങ്ങനെയാണ്, ടഫാണോ, കോളേജ് സ്ട്രിക്റ്റ് ആണോ, കോളേജിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാമോ, യൂണിഫോം എങ്ങനെയാണ്, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള പല ഡൗട്ട്സ് കുട്ടികൾ കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ്, നിങ്ങളൊരു പുതിയ കോഴ്സ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ കോളേജിലേക്ക് ചെല്ലുമ്പോൾ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണ്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ കോളേജ്, നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നിരുന്നാലും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടഫായിരിക്കും ആദ്യത്തെ ഒരു വർഷം. പിന്നീട് നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് മാറിക്കൊള്ളും. അപ്പോൾ പല കുട്ടികളും കമൻ്റായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ നമുക്കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കുമോ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ആർക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. BS നഴ്സിംഗ് കോഴ്സ് എന്താണ്, ഇത് എത്ര വർഷത്തെ കോഴ്സാണ്, അതുപോലെ തന്നെ ഓരോ ഇയറിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ കോളേജിൽ പഠിച്ച സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എത്ര സബ്ജക്റ്റുകളുണ്ട്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഇയർലി ആയിരുന്നു എക്സാം വരുന്നത്, ഓരോ ഇയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സെമസ്റ്റർ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെമസ്റ്റർ വൈസാണ് എക്സാം വരുന്നത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ BS നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുക, ഇത് മാത്രമാണ് നഴ്സിംഗ് എന്ന് വിചാരിച്ചിരുന്നതിനെ പോലെയുള്ള പല കുട്ടികളുണ്ട്. അപ്പോൾ ഇതല്ല എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. ഇഞ്ചക്ഷൻ കൊടുക്കുകയാണോ, മെഡിസിൻ കൊടുക്കുക, ഇത് മാത്രമല്ല അതിനപ്പുറം ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ്, പ്രൊസീജിയേഴ്സ്, കെയർ പ്ലാന്, കേസ് സ്റ്റഡി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ +2 പഠിച്ച പോലെ ആയിരിക്കത്തില്ല നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. നമുക്ക് എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കണം. അസൈൻമെൻ്റ് ആണെങ്കിലും കേസ് സ്റ്റഡി, കെയർ പ്ലാനൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി, ക്ലിനിക്കിൽ പോയി ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, അസൈൻമെൻറ്റ് ചെയ്യാനുള്ള പേപ്പർ, കാര്യങ്ങൾ, മാർക്കർ, ചാർട്ട് പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെയൊന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എന്തൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്, ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ഓരോ ഇയറിലും. അതുപോലെ തന്നെ
നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ പല കുട്ടികളും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ വീട്ടിൽ പോയി വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കണോ വീട്ടിൽ പോയി വരണോ? അപ്പോൾ കോളേജും ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി വരാം. ഓരോ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നിങ്ങളത് ചെയ്യുക. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളുണ്ട്. വീട്ടിൽ പോയി വരുന്നവർക്കാണെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡി നടത്താം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോടോ സീനിയേഴ്സിനോടോ നമ്മുടെ കൂടെ പഠിക്കുന്നവരോടൊക്കെ നമുക്ക് ചോദിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കോഴ്സല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് ഫുൾ കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ആ പറയുന്ന ഡേറ്റിൽ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമുക്ക് ആ കറക്റ്റ് ഡേറ്റിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ക്യാൻസലായി പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് മാക്സിമം നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ട ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് എന്നെക്കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി കോളേജ് സ്ട്രിക്റ്റ് ആണോ എന്നുള്ളത്, കോളേജ് ഓരോ കോളേജിനും ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചാണ് കോളേജ് സ്ട്രിക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കോളേജ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. കോയിൻ ബൂത്തിലാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കോളേജിലെ മൊബൈൽ ഫോൺ യൂസ്ഡ് ആണ്. അപ്പോൾ പല കോളേജിലും ഓരോ കോളേജിനും പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ചില കോളേജുകളിൽ മൊബൈൽ ഫോൺ അലൗഡ് ആണ്, ചിലയിടത്ത് അലൗഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ കോളേജിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കും നഴ്സിംഗ് പഠിക്കാനായിട്ട് നല്ലത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ എക്സാമിന് നമുക്ക് പാസ്സാകാൻ പറ്റിയെന്ന് വരത്തില്ല, പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് അത്യാവശ്യം സ്ട്രിക്റ്റ് ഉള്ള കോളേജ് ആണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടി കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് സമയത്ത് അത് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഓൺ ഹോസ്പിറ്റലുള്ള കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജ്, ഓൺ ഹോസ്പിറ്റലുള്ള കോളേജായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ പ്രൊസീജിയേഴ്സ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഇനി ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ എല്ലാ കുട്ടികൾക്കും ചെയ്തു തീർക്കാനുള്ള പ്രൊസീജിയേഴ്സ് കിട്ടാനുള്ള പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോളേജുകാർ തന്നെ അതിനാവശ്യമായിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റലിൽ നമുക്ക് പോസ്റ്റിംഗ് തരുന്നതാണ്. അപ്പോൾ ഔട്ട് ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ അവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നായിരിക്കും, അത് നമുക്ക് കോളേജുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്നായിരിക്കും നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഷ്യൻസിന് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ പ്രൊസീജിയേഴ്സും റിക്വയർമെൻറ്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് തിയറി ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്. അത് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഡൗട്ടാണ് ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ക്ലിനിക്കിൽ പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ക്ലിനിക്കിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇയർ ലാമ്പ് ലൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. അതിനുശേഷം നമുക്ക് ക്ലിനിക്കിൽ പോകാനായിട്ടൊരു സെപ്പറേറ്റ് യൂണിഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലിനിക്കിൽ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയി പേഷ്യൻസിൻ്റെ അടുത്ത് പോയാണ് നമ്മൾ കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിലായിരിക്കും നമുക്ക് ഇഞ്ചെക്ഷൻസ് അതുപോലെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ഇയറിലും ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യാനുള്ളത് നമുക്ക് ടീച്ചേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഡെമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മളെ ഹോസ്പിറ്റലിൽ വിടുന്നത്. ബെഡ് മേക്കിംഗ് തൊട്ട് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ഒരു പ്രൊസീജിയർ ബുക്ക് ഉണ്ട്. അപ്പം നമ്മളത് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കറക്റ്റ് ആകുന്നതനുസരിച്ച് നമുക്ക് റിപ്പീറ്റ് തന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്രൊസീജിയേഴ്സ് നമുക്ക് ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഓരോ വാർഡുകളിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാഴ്ച നമുക്ക് മെഡിക്കൽ വാർഡിലാണ് പോസ്റ്റിംഗ് എങ്കിൽ പിറ്റേ ആഴ്ച നമുക്ക് സർജിക്കൽ വാർഡിലായിരിക്കും പോസ്റ്റിംഗ്. അപ്പോൾ മെഡിക്കൽ വാർഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണോ കംപ്ലീറ്റ് ആക്കാനുള്ളത് അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ആ മെഡിക്കൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിൽ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടോ ആ പ്രൊസീജിയേഴ്സ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നമ്മളത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പം ആ പ്രൊസീജിയർ ബുക്കിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സിനും നമ്മൾ സൈൻ വാങ്ങും. അത് നമ്മൾ നന്നായിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സൈൻ തരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് തരും. റിപ്പീറ്റ് തരുവാണെങ്കിൽ വീണ്ടും നമ്മൾ അതേ പ്രൊസീജിയേഴ്സ് വേറെ ഏതെങ്കിലും പേഷ്യൻറ്റിനെ ചെയ്ത് കാണിച്ച് കംപ്ലീറ്റ് ആകുന്നതോടെ വരെ നമ്മൾ ആ പ്രൊസീജിയേഴ്സ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് ക്ലിനിക്കൽ എക്സാം ഉണ്ട്, സെക്കൻഡ് ഇയറിലുണ്ട്. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് ക്ലിനിക്കൽ എക്സാമുകളും വരുന്നുണ്ട്.
അപ്പോൾ തിയറി എക്സാം ഉണ്ട്, ക്ലിനിക്കൽ എക്സാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ ക്ലിനിക്കൽ പോകണം, ക്ലിനിക്കൽ അവേഴ്സ് ഉണ്ട്, തിയറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് 4 ഇയറിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, പ്രൊസീജിയേഴ്സ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ ക്ലിനിക്കൽ എക്സാമുകളുണ്ട്, തേർഡ് ഇയറിൽ എന്താണ്, ഫോർത്ത് ഇയർ എന്താണ്, അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കുട്ടികളുടെ ഒരു ഡൗട്ടാണ് നമുക്ക് ഹോളിഡേയ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വൈവ കാര്യങ്ങളൊക്കെ. വൈവ നമുക്ക് ഓരോ ടീച്ചേഴ്സിനെ അസൈൻ ചെയ്ത് തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണോ പറയേണ്ടത് അത് നമ്മൾ പറഞ്ഞു തീർക്കണം. അതുപോലെ തന്നെ ഹോളിഡേയ്സ് അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് അവധി ഉണ്ടായിരിക്കും. പക്ഷേ ഒരാഴ്ചയാണോ എത്ര ദിവസമാണെന്നുള്ളത് ഓരോ കോളേജ് പറയുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം അഡ്മിഷൻ എടുത്ത കുട്ടികളും ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വർഷത്തെ കോഴ്സാണ്, എന്തൊക്കെ സബ്ജക്റ്റുകളുണ്ട്, അപ്പോൾ എങ്ങനെയാണത് പഠിക്കാൻ നമുക്ക് സാധിക്കുക. മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെക്കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ടഫാണ്, എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ആദ്യം നമ്മൾ പുതിയൊരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ അതിനോടങ്ങ് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാനും നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയി നിന്നത്. അപ്പോൾ സിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. സോ നിങ്ങളത് ശ്രദ്ധാപൂർവം ചെയ്യുക. അപ്പോൾ ഇനി വരുന്നത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ്. ആ അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും കിട്ടിയ കുട്ടികൾക്കും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻസ് കൊടുക്കുക, അതിൻ്റെ അകത്ത് പങ്കെടുക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.